ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം. ഓം സത്രേ മമാസ ഭഗവൻ ഹയശീർഷാധോ സാക്ഷാൽ സയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോ അഖിലദേവതാത്മാ വാചോ ബഭൂവുരുഷരീ ശ്വസതോസ്യ നസ്ത. തപനീയവർണ്ണ നല്ലോണം ചൂടാക്കിയിട്ട്, അതേപോലെ തപസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു തേജസ്, അതല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്വർണ്ണ നിറം, ഛന്ദോമയ, ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. അതേപോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതൊരു അക്ഷരബദ്ധമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അതിനെ ഛന്ദോമയം എന്ന് പറയും. മഖമയ, അതേപോലെ യാഗസ്വരൂപനാണ്, യാഗകർത്താവാണ്, യാഗഫലദാതാവാണ്, യാഗവസ്തുക്കളാണ്, അങ്ങനെ മഖമയൻ ആണ്. അഖില ദേവതാത്മാ, എല്ലാ ദേവകളുടെയും ആത്മാവാണ്. ആ ദേവതകളുടെയൊക്കെ ശക്തിയാണ്, അല്ലെങ്കിൽ ദേവതാസ്ഥാനം വഹിക്കുന്നത് ആ ഭഗവാനാണ്. ഈ അർത്ഥത്തിൽ യജ്ഞപുരുഷ, യജ്ഞപുരുഷനാണ്. മഖമയ യജ്ഞപുരുഷ രണ്ടും ഒന്നാണ്. അപ്പോൾ മഖമയനായിട്ടുള്ള യജ്ഞഫലദാതാവായിട്ടുള്ള യജ്ഞവസ്തുക്കളായിട്ടുള്ള ഹോതാക്കൾ, അതിൽ അഗ്നി, അതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ, സ ഭഗവാൻ ഹരിഹി, ശ്രീഹരി സാക്ഷാത് പ്രത്യക്ഷമായിട്ട് ഹയശീർഷാഹ, ഹയഗ്രീവനായിട്ട്. സാധാരണ വരാഹമൂർത്തിയാണ് അങ്ങനെ ആദ്യത്തിൽ നമ്മൾ സൂചിച്ചിട്ടുണ്ടാവുക. യജ്ഞപുരുഷൻ, ഭഗവാന്റെ രോമങ്ങൾ ദർഭപ്പുല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ദർഭപ്പുല്ല്, കുശപ്പുല്ല്, കറുകപ്പുല്ല്, ഇതൊക്കെ അതിലെപ്പെടാം. അപ്പം ഇങ്ങനെ ഓരോന്നും, ചമസം, അതേപോലെ ഈ വായ ആഹാരം സ്വീകരിക്കുന്ന ഒരു ഭാവമാണല്ലോ. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളെയും ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോ വസ്തുക്കളായിട്ട് ഒരു പ്രത്യേക സ്തുതി തന്നെ ഉണ്ട് ഋഷിമാരുടെ. അതേപോലെ ഹയഗ്രീവനായിട്ടും ഭഗവാൻ ഇതേ വെച്ചാൽ ഭഗവാന്റെ എല്ലാ മൂർത്തികളും ഒരേപോലെ യജ്ഞസ്വരൂപം തന്നെയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല എന്ന് പറ്റിയുള്ളൂ. അത് കൃഷ്ണനായാലും ശരി, രാമനായാലും ശരി, എല്ലാവരും ഒരേപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ കുതിര തലയനായിട്ടുള്ള ഹയഗ്രീവനായിട്ടുള്ള മമ, അദ്ദേഹം, ആ ഭഗവാൻ എൻ്റെ സത്രേ, എൻ്റെ ഈ സത്രത്തിൽ, ഈ യാഗത്തിൽ ആസ ഭവിച്ചു. ശ്വസത, ശ്വാസം പോലും വിടുന്നത്, അസ്യ ഇദ്ദേഹത്തിൻ്റെ, നസ്തഹ നാസികയിൽ നിന്ന്, ഉഷതി അതിമനോഹരങ്ങളായിട്ടുള്ള, വാചഹ വാക്കുകൾ, ബഭൂവു ഉണ്ടായി. വേദം തന്നത് ഹയഗ്രീവനാണ് എന്ന് ബ്രഹ്മാവ് പറയാറുണ്ട്. ഹയഗ്രീവാസുരനെ വധിച്ചിട്ട് ബ്രഹ്മാവിൽ നിന്നും കട്ടുകൊണ്ടുപോയ ആ വേദത്തെ ഭഗവാന്റെ ആ ഒരു താല്പര്യപ്രകാരം, അതേപോലെ ഈ ഹയഗ്രീവൻ എന്നെ വധിക്കട്ടെ എന്നുള്ള വരം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വരത്തെ സത്യമാക്കി തീർക്കാനും ഭഗവാൻ കുതിരത്തലയനായി വന്ന് ഈ ഹയഗ്രീവാസുരനെ വധിച്ച് വേദത്തെ ബ്രഹ്മാവിന് കൊടുത്തു. അതുകൊണ്ട് ആ ഹയഗ്രീവൻ ഈ വേദം മുഴുവൻ, അത് 4 വേദാർത്ഥത്തിലാവാം, 4 വേദം എന്ന അർത്ഥത്തിലാവാം, അതല്ലെങ്കിൽ ഈ പുരാണങ്ങൾ എന്ന, ഉപനിഷത്ത് എന്ന്, അങ്ങനെ പല രീതിയിലായാലും, ശാസ്ത്രങ്ങൾ ഒക്കെ അതിൽപ്പെട്ടതാണ്. സഹസ്രനാമങ്ങൾ ഹയഗ്രീവ വാച, ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ ജ്ഞാനം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഹയഗ്രീവ ഭാവത്തിലാണ്. അപ്പോൾ ആ വാക്കുകൾ ഉഷതി, അതിമനോഹരങ്ങളായിട്ടുള്ള, ഉറക്കെ പറയുന്നതായിട്ടുള്ള, ഉറപ്പിച്ച് പറയുന്നതായിട്ടുള്ള, അത് ഈ വേദം വൈഖരി ശബ്ദത്തിൽ ബഭൂവു സംഭവിച്ചു. അപ്പോൾ അതിനെ, ആ ഹയഗ്രീവമൂർത്തിയെ ഈ ഭഗവാന്റെ വേദ പ്രചാരകൻ എന്നോ, അല്ലെങ്കിൽ വേദത്തെ ഇപ്രകാരത്തിൽ എല്ലാവർക്കുമായിട്ട് കൊടുത്തയാളെന്നോ, ബ്രഹ്മാവിന് വേദത്തെ തിരിച്ച് കൊടുത്തയാളെന്നോ, ഇങ്ങനെയൊക്കെ അവതാരമൂർത്തിയെ വിശേഷിപ്പിച്ച് അതും ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവ് നാരദനോട് പറയാണ്.
സത്രേ മമ ആസ, എൻ്റെ ഈ സത്രത്തിൽ സംഭവിച്ചു. ആസ മമ സത്രേ ആസ, എൻ്റെ സത്രത്തിൽ സംഭവിച്ചു. ഭഗവാൻ, ഈ ഭഗവാൻ ഹയശീർഷ അഥ, ഹയശീർഷനായിക്കൊണ്ടാണ്, കുതിരത്തലയനായിട്ടാണ് അന്ന് ആ സമയത്ത് വന്നത്. അഥ അനന്തരം സാക്ഷാത്, അത് പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയെന്നർത്ഥം. സഹ ആ യജ്ഞപുരുഷ, ആ യജ്ഞപുരുഷനായിട്ടുള്ള ഈ ഹയഗ്രീവൻ തപനീയ വർണ്ണ, അദ്ദേഹത്തിൻ്റെ നിറം ഈ സ്വർണ്ണ നിറമായിരുന്നു. ഇരുമ്പ് പഴുപ്പിച്ച് ആ ഒരു ഭാവമാണ് വെച്ചാലും അതും ആ പീതവർണ്ണം, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ പീതവർണ്ണമാണ്. അപ്പോൾ മഞ്ഞയും ചുവപ്പും കലർന്നതായിട്ടുള്ളൊരു നിറമാണ്. അത് സ്വർണ്ണ നിറം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പീതവർണ്ണം എന്ന് പറയാം. കൃഷ്ണൻ്റെ മഞ്ഞ പട്ട് കൊടുത്തത് അത് ഈ പീതവർണ്ണമാണ്. ഇങ്ങനെ ഭഗവാന്റെ നിറം തന്നെ പീതവർണ്ണം ആയിരുന്നു, തപനീയ വർണ്ണം. പിന്നെ പറഞ്ഞത് ഛന്തോമയ മഖമയ എന്നാണ്. ഛന്തോമയനാണ്. വേദം എപ്രകാരത്തിലാണോ ഋക്കുകളായിട്ട്, അതേപോലെ ഈ ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, ജഗതി എന്നൊക്കെ പറയണില്ലേ, അങ്ങനെ ഛന്തോബദ്ധമായിട്ട് അക്ഷരം ഇത്ര എന്ന് കണക്കാക്കിക്കൊണ്ട് ഗദ്യത്തെ പദ്യത്തിലാക്കുക. അപ്പോൾ അത് ഛന്തോമയായി. അങ്ങനെ ഛന്തോമയനായിട്ട്, അതേപോലെ വേദത്തിൽ ഋക്കുകൾ, ഓരോ ഋക്കുകൾ ഓരോ മന്ത്രങ്ങളാണ്. അപ്പോൾ ആ മന്ത്രങ്ങൾ ചിലപ്പോൾ 10 മന്ത്രങ്ങൾ കൂടിയാൽ 16 മന്ത്രങ്ങൾ കൂടിയാൽ ഈ പുരുഷ സൂക്തമാവുക. അപ്പോൾ ഇങ്ങനെ ഓരോരോ മന്ത്രങ്ങൾ, ചിലത് 8 മന്ത്രങ്ങൾ കൂടിയാലാണ് ഒരു സൂക്തമാവുക. അങ്ങനെ പലതുമുണ്ട്. അത് വേദം പഠിച്ചവർക്ക് നല്ലോണം അറിയും. അപ്പോൾ ഇങ്ങനെ ഛന്തോമയനായിട്ട്, അതേപോലെ മഖമയനായിട്ട്, യജ്ഞപുരുഷനായിക്കൊണ്ട് നമ്മളിപ്പോൾ വേദത്തിൻ്റെ പ്രയോഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഭാഗവതമാണ് ഞാൻ പറയുന്നതെങ്കിലും, ഭാഗവതമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും, ഇത് രണ്ടും മഖമയം ആണ്, യജ്ഞസ്വരൂപത്തിലാണ്. നമ്മൾ എങ്ങനെയാണ് യജ്ഞസ്വരൂപം ആക്കണത്? സപ്താഹമാകുമ്പോൾ യജ്ഞമാണെന്ന് പറയും. ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും ഓരോ അധ്യായം വായിക്കുക, അതാണ് വെച്ചാൽ അത് യജ്ഞ. നമ്മളിപ്പോൾ ഓരോ ശ്ലോകമോ 2 ശ്ലോകമാണ് കേൾക്കണത്, അതും യജ്ഞ. അപ്പോൾ യജ്ഞത്തിൻ്റെ വിധി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ സപ്താഹം ആയാലേ യജ്ഞമാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആ യജ്ഞം തന്നെ 12 ദിവസം കൊണ്ട് പതിവുണ്ട്, 41 ദിവസം കൊണ്ട് പതിവുണ്ട്. അപ്പോൾ ഒരു മാസം കൊണ്ട് പതിവുണ്ട്. ഇങ്ങനെ പലതരത്തിൽ യജ്ഞം വർഷം കൊണ്ട് പതിവുണ്ട്, കഴിയുന്നത് വരെ എന്ന നിലയ്ക്ക് അങ്ങനെ പതിവുണ്ട്. എപ്പോഴാച്ചാൽ കഴിഞ്ഞോട്ടെ, അത്രയേ ഉള്ളൂ. എന്താ ഓരോ ശ്ലോകത്തിലും ഉണ്ട് ഈ ശരിക്കും വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ ശ്ലോകത്തിലും ഓരോ ഭാഗവതം ഉണ്ടെന്ന് സാരം, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഖമയനായിട്ടുള്ള ഈ ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണയേവഹി. അപ്പോൾ കൃഷ്ണൻ എന്ന് മാത്രമല്ല, അതിൽ എല്ലാവരും ഉണ്ട്. വിഷ്ണുവിൻ്റെ, ശിവൻ്റെ, ഭഗവതിയുടെ, അങ്ങനെയില്ല. ഇപ്പോൾ ഗാണവത്യാനും ശരി, സൗരാനും ശരി ഒക്കെ ഇതിലുണ്ടെന്ന് അർത്ഥം, അതാണ്. അങ്ങനെ അഖില ദേവത ആത്മാവായിട്ടുള്ള ഈ ഭഗവാൻ വാചഹ വാക്കുകളെ കൊണ്ട് ബഭൂവു സംഭവിച്ചു, അല്ലെങ്കിൽ വാക്കുകളായിട്ട് ഭവിച്ചു. വേദത്തെ വാക്കുകളായിട്ട് ഭവിപ്പിച്ചു ഭഗവാൻ ഹയശീർഷ്. ഉഷതീഹി ഉറക്കെ പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു. അതിമനോഹരമായിട്ട് പറഞ്ഞു എന്നാ. ഉറക്കെ പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു. ഇത് തന്നെയാണ്, ഇതാണ് വിധി. അപ്പോൾ ബ്രഹ്മാവാണോ വിധിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രഹ്മാവല്ല വിധിച്ചത്. വേദം പറഞ്ഞത് ഈ ഹയഗ്രീവൻ ആയതുകൊണ്ട് ഹയഗ്രീവനാണ് വിധിച്ചത്. അത് ബ്രഹ്മാവ് ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് വിധിച്ചു, അത്രയേ ഉള്ളൂ. ആ വിധി വായിച്ച് കേൾപ്പിച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിധി നടപ്പാക്കിയത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ഈ വിധി ഇതാ ഇങ്ങനെയാണ് കേട്ടോ എന്ന് ബ്രഹ്മാവ് വായിച്ച് കേൾപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വേദം പറഞ്ഞത് ഭഗവാനാണ്, അത് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്, സരസ്വതി സ്വരൂപേണ വന്നു, അങ്ങനെയാണ്. മാത്രമല്ല ശ്വസതഃ ഓരോ ശ്വാസത്തിലും ഈ വാക്കുകൾ, ഈ വേദം, അതിൻ്റെ അർത്ഥം അസ്യ നസ്തഃ, അസ്യ നസ്തഃ, ഇപ്രകാരത്തിൽ തന്നെ അത് സംഭവിച്ചു, നമുക്കെല്ലാവർക്കും അത് കിട്ടുകയും ചെയ്തു. തപനീയവർണ്ണ ഛന്തോമയ മഖമയ അഖിലദേവതാത്മാ യജ്ഞപുരുഷ സഹ ഭഗവാൻ സാക്ഷാത് ഹയശീർഷ മമ സത്രേ ശ്വസതഃ അസ്യ നസ്തഃ ഉഷതീഃ വാചഃ ബഭൂവു. നാസികയിൽ നിന്ന്,
അപ്പോൾ നസ്തഹ നാസികയിൽ നിന്ന് എന്നുവെച്ചാൽ മൂക്കിൽ നിന്ന്, അതായത് ഭഗവാന്റെ അവതാരം ഈ പന്നിക്കുട്ടിയായിട്ട് വന്നത്, വരാഹരൂപിയായിട്ട് വന്നത് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണ്. നസ്തഹ മൂക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ മൂക്കിൽ നിന്ന് വന്നതായിട്ടുള്ള ഭാവത്തിനെ ഒന്ന് ചിന്തിച്ചു. അതാണ് നസ്തഹ അസ്യ മമ സത്രേ ആസ ശ്വസത അസ്യ നസ്തഹ ഉഷതീഹി വാചഹ. ഈ മൂക്കിൽ നിന്ന് അതിമനോഹരങ്ങളായിട്ടുള്ള വാക്കുകളായിക്കൊണ്ട് ബഭൂവു. അപ്പോൾ മൂക്കും വായും ഒരേപോലെ ശുദ്ധം ആണെങ്കിൽ മാത്രമേ നല്ല വാക്കുകൾ നല്ല അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് മാത്ര കണക്കാക്കിക്കൊണ്ട് സ്വരം, അതേപോലെ ഈ അക്ഷരങ്ങളുടെ സംയോജനാദി കാര്യങ്ങളൊക്കെ, ഉച്ചാരണം, സംയോജനം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അത് വാക്കുകളായിട്ടും ശ്ലോകങ്ങളായിട്ടും മന്ത്രങ്ങളായിട്ടും അതിൻ്റെ ഈ അർത്ഥവ്യാപ്തിക്ക് സ്വരങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഉണ്ട്, വാക്കുകൾക്കുണ്ട്. ഞാൻ കണ്ടോളാം കേട്ടോ. രണ്ടും തമ്മിൽ അർത്ഥം വ്യത്യാസമുണ്ട്. രണ്ടും കാണൽ തന്നെയാണ്. ഞാൻ എന്നെ കണ്ടോളാം, ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടോളാം കേട്ടോ. അങ്ങേക്ക് എപ്പോഴാണ് സൗകര്യം ഉണ്ടാവുക? രണ്ടും കാണൽ തന്നെയാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദത്തിൻ്റെ അർത്ഥം വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കാണിച്ചു തന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. ആ ഭഗവാൻ ഈ മൂക്കിൽ നിന്ന് വരാഹരൂപിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഹയഗ്രീവനായിട്ട് അങ്ങനെയല്ല, അത് വേറെ തരത്തിലാവുന്നതാണ്. സത്രേ മമാസ ഭഗവാൻ ഹയശീരഷാധോ സാക്ഷാൽ സയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖിരദേവതാത്മാ വാചോ ബഭൂവുരുഷതി ശ്വസതോസ്യ നസ്താം. ഹയഗ്രീവാവതാരത്തെ പറയുന്ന സമയത്ത് ഭഗവാന്റെ നിറത്തെ പറയുന്നത് ഈ സ്വർണ്ണ നിറം എന്നാണ്. സ്വതേ സ്വർണ്ണ നിറം നമ്മൾ സാധാരണ പറയാറും ബ്രഹ്മാവിനാണ്. ഭഗവാന്റെ വസ്ത്രത്തിനാണ് ആ നിറത്തെ, പീതവർണ്ണത്തെ നമ്മൾ കൊടുക്കാറ്. ഇവിടെ ഭഗവാൻ തന്നെ സ്വർണ്ണ നിറത്തിലാണ്, അഗ്നിയുടെ ആ നിറം. അങ്ങനെ വേദസ്വരൂപനായിട്ടുള്ള യാഗസ്വരൂപനായിട്ടുള്ള സകല ദേവതകൾക്കും ആത്മാവായിട്ടുള്ള ആ യജ്ഞപുരുഷനായിട്ടുള്ള ഈ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ഒരു കുതിരയുടെ മുഖം വെച്ചുകൊണ്ട് ഈ ഹയഗ്രീവൻ എന്ന പേരോട് കൂടിയിട്ട് ഹയഗ്രീവനെ ഹനിച്ചുകൊണ്ട് ആ യാഗത്തിൽ അവതരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഹയഗ്രീവ അവതാരത്തിൻ്റെ മൂർത്തി, ആ മൂർത്തി തന്നെ വേദത്തെ പുറമേക്ക് എത്തിക്കുക എന്നതാണ്. ആ വേദം പുറമേക്ക് വന്നത് ശ്വാസത്തിൽ അടക്കം, ശ്വാസോച്ഛ്വാസത്തിൽ അടക്കം അതിമനോഹരമായിട്ടുള്ള വേദവാക്കുകൾ പുറപ്പെടുക തന്നെ ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ഹയഗ്രീവാവതാരത്തെ, അതേപോലെ ഭഗവാന്റെ ഈ വരാഹരൂപിയായിട്ടുള്ള അവതാരത്തെ രണ്ടും നമ്മൾ കൂട്ടി ഇണക്കണം. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് വേദമാണ്, ഒന്ന് വേദപ്രയോഗം ആണ്. ഒന്ന് യജ്ഞമാണ്, ഒന്ന് യജ്ഞപ്രയോഗം ആണ്. എന്നാൽ ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ വ്യത്യാസം കാണുക വേണ്ട എന്ന് സാരം. അവതാരമൂർത്തികൾക്കൊക്കെ ഈ ഒരു ഭാവമുണ്ട്. അത് ഇങ്ങനെ വരാഹത്തിനും ഹയഗ്രീവനും പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ഭാവത്തിലാണോ കൂടുതൽ നമുക്ക് താല്പര്യച്ചാൽ ആ മൂർത്തിയിലൂടെ, ഇപ്പോൾ എല്ലാവർക്കും യാഗം ചെയ്യാൻ പറ്റില്ലല്ലോ. കൃഷ്ണനാവാൻ എളുപ്പം, രാമനാവാൻ ബുദ്ധിമുട്ടാണ്. പരശുരാമനാവാൻ തീരെ പറ്റില്ല. വാമനാവാന്നുള്ളത് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനാവാണ് എളുപ്പം എന്ന കൂട്ടത്തിലേ ഉള്ളൂ. നരസിംഹോ വരാഹോ എന്നാവാൻ നമുക്ക് കൂട്ടിയാൽ പറ്റില്ലല്ലോ. മത്സ്യമാവാൻ നമ്മൾ കൂട്ടിയാൽ പറ്റില്ല, കൂർമാവാൻ പറ്റില്ല. അങ്ങനെയാണ്. എന്നാൽ പൃഥു ആവാൻ ശ്രമിക്കാം, വിരോധമില്ല. ദത്താത്രേയനോ ഋഷഭനോ ഒന്നും ആവാൻ പറ്റില്ല, സനകാദികളാവാൻ പറ്റില്ല, നാരദനാവാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വളരെ റിസ്ക്കിയാണ്. കൃഷ്ണനാവാൻ എളുപ്പമാണ്. കാരണം കൃഷ്ണനെ ആർക്കും മുഴുവൻ മനസ്സിലാവില്ല എന്നതുകൊണ്ട്, എന്ത് ചെയ്താലും കൃഷ്ണനാവും എന്നതുകൊണ്ടും, എന്ത് ചെയ്താലും രാമനാവില്ല, എന്ത് ചെയ്താലും ബലരാമനാവില്ല, എന്ത് ചെയ്താലും കൃഷ്ണനാവും. കാരണം കൃഷ്ണൻ ചെയ്തതേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരത്രേ ഉള്ളൂ. ഇവിടെ ഹയഗ്രീവ അവതാരത്തെയാണ് ഇപ്പോൾ പറഞ്ഞത്. അനവധി അവതാരങ്ങൾ പറഞ്ഞു. ആ ഹയഗ്രീവ അവതാരത്തിൻ്റെ സ്വഭാവത്തെ കൂടി പറഞ്ഞു. ഗുണത്തെയും സ്വഭാവത്തെയും ഒക്കെ വിസ്തരിച്ചു.
സത്രേ മമ ആസ ഭഗവാൻ ഹയശീർഷ അധ സാക്ഷാത് സഹ യജ്ഞപുരുഷः തപനീയവർണ്ണः ഛന്ദോമയः മഖമയः അഖിലദേവതാത്മാ വാചഃ ബഭൂവുഃ ഉഷതീഃ ശ്വസതഃ അസ്യ നസ്തഃ എന്ന് പദച്ഛേദം. തപനീയവർണ്ണഃ ഛന്ദോമയഃ മഖമയഃ അഖിലദേവതാത്മാ യജ്ഞപുരുഷः സഹ ഭഗവാൻ സാക്ഷാത് ഹയശീർഷः മമ സത്രേ ആസ ശ്വസതഃ അസ്യ നസ്തഃ ഉഷതീഃ വാചഃ ബഭൂവുഃ. അപ്പോൾ ശ്വാസത്തിൽ നിന്നും വേദമുണ്ടായി എന്ന് സമർത്ഥിക്കുകയാണ് ഉണ്ടായത്. സത്രേ മമാസ ഭഗവാൻ ഹയശീർഷാധോ സാക്ഷാൽ സയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോ അഖിലദേവതാത്മാ വാചോ ബഭൂവുരുഷതീ ശ്വസതോസ്യ നസ്ത. ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകമായിട്ട് ഇപ്പോൾ പറഞ്ഞു. നാരായണ 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 നാരായണ.